ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം താഹ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം കിളിമഞ്ചാരോ ട്രക്കിങ്ങിലുള്ള ഫസ്റ്റ് നൈറ്റ് ക്യാമ്പ് ചെയ്ത മച്ചാമ്മ ഗേറ്റ് കണ്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇതായിരുന്നു എൻ്റെ ടെൻറ്റ്, ഇതായിരുന്നു എനിക്ക് തന്നിരുന്ന ടെൻറ്റ്. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു, മാട്രസ് എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുപോയി തന്നിരുന്നു. അതെ, ജിഞ്ചർ ടീ ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ജിഞ്ചർ ടീ കുടിച്ചിട്ട് പുറത്തുള്ള കാഴ്ചകൾ കാണിക്കാം. യെസ്, നമുക്ക് ടെൻറ്റിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഈ ടെൻറ്റിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അത് ടോയ്ലറ്റാണ്, കാണുന്ന ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൻ്റെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് നല്ലത്, വളരെ മോശമാണ്, അങ്ങോട്ട് പോകാനേ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഓരോ ടീമിൻ്റെ ആണ്. ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മൾ ക്യാമ്പ് ചെയ്തത്. നമുക്കുള്ള ഫുഡ് ഇവിടെ നിന്നാണ് കുക്ക് ചെയ്ത്, വെള്ളം ഒക്കെ ഇവിടെ നിന്നാണ് കുക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരാം. നല്ല ക്ലൈമറ്റാണ് ഇന്ന്. ഇതും ഒരു വാഷ്റൂമാണ് കേട്ടോ, പോർട്ടബിൾ ആയിട്ടുള്ള വാഷ്റൂമാണ്. അതിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചും കൂടെ ബെറ്ററാണ്. ഓ, ഇവിടുന്ന് ഇതൊക്കെ മൗണ്ടെയ്ൻസ് ഒക്കെ കാണുന്നുണ്ട്. യെസ്, 6 ഡിഗ്രിയാണ് തണുപ്പ് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ 6 ഡിഗ്രി തണുപ്പാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വൂളൻ സോക്സ് എടുക്കാൻ മറന്നുപോയി, അത് നിർബന്ധമാണ്. കൈയൊക്കെ ഇങ്ങനെ വെറുതെ പുറത്തിട്ടുമ്പോൾ തന്നെ ഫ്രീസ് ആവുന്നുണ്ട്. ഇപ്പം നമുക്ക് ജിഞ്ചർ ടീ കിട്ടിയിരുന്നു. ഇനിയിപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ കൊണ്ടുവരുന്നതാണ് ഗൈസ്. അപ്പം ഇവർ നല്ല തീറ്റിക്കും കേട്ടോ, ഭക്ഷണം നല്ല തീറ്റിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തും. ഭക്ഷണം കഴിച്ചാലേ എനർജി ഉണ്ടാവുള്ളൂ, എനർജി ഉണ്ടായാലേ നടക്കാൻ കഴിയുള്ളൂ. സോ നമുക്കിപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ പോറിഡ്സ് ആണ്. പോറിഡ്സ് എന്നാണ് പറഞ്ഞാൽ, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. പിന്നെ ഇത് ചൂടുവെള്ളം, പിന്നെ ഇത് പീനട്ട് ബട്ടറുണ്ട്, പിന്നെ ഇത് തേനാണ്, ഹണിയാണ് കേട്ടോ, ഹണി. ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ ടീ, ഇത് നമ്മുടെ മിൽക്ക് പൗഡറാണ്. ഇത് ടീ ബാഗ്, ഇത് കോഫി പൗഡറാണ്. പിന്നെ ഷുഗർ, ഇങ്ങനെ വേണ്ട എല്ലാം ഉണ്ട്. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. നമ്മുടെ മുത്താറിയാണ്, കൊള്ളാം. കുറച്ച് പഞ്ചസാരൊക്കെ അടിച്ചാൽ സൂപ്പറായിരിക്കും. നമ്മളിത് കഴിക്കട്ടെ, എന്നിട്ട് നമ്മൾ റെഡിയാവാൻ പോവാണ് ഇന്നത്തെ ട്രക്കിന് ഗൈസ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നിട്ടില്ല, വീണ്ടും എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇവർ നല്ല തീറ്റിക്കും. ഇത് നമ്മൾ ഓംലെറ്റ്, ബ്രെഡ്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ ഒരു പത്തിരി പോലത്തെ ഒരു സംഭവമുണ്ട്.
അപ്പം ഇപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് പോകുമ്പം കുടിക്കാൻ തന്ന ജ്യൂസാണ്. പിന്നെ ബിസ്ക്കറ്റ്സും ഉണ്ട് കേട്ടോ, അത് ബാഗിൻ്റെ ടോപ്പിലുണ്ട്. നമ്മളിപ്പം ഇപ്പം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലീപ്പിംഗ് ബാഗും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് ട്രാഷസൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് ട്രാഷസ് ഒക്കെ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു വരുന്ന വഴിക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഇതേപോലത്തെ ഒരു കവറിലാക്കി കീപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. വരുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം, പോകുന്ന വഴിക്ക് പ്ലാസ്റ്റിക്കുകളോ അങ്ങനെ ട്രാഷസുകളോ ഒന്നും ഇടാതിരിക്കുക. എൻവിറോൺമെൻറ്റ് എപ്പോഴും ക്ലീൻ ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇന്ന് നല്ല വെതറാണ്, സണ്ണി ഡേ ആണ്, നല്ല സൂര്യനൊക്കെ കിട്ടുന്നതാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. അപ്പോൾ അതെ, നമ്മളിപ്പം മച്ചേമ ക്യാമ്പ് 2835 മീറ്ററിലൊക്കെ ഉള്ളത്. ഇനി നമ്മൾ അടുത്ത ക്യാമ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് 6 മണിക്കൂർ പോയിട്ടാണ്. 5 കിലോമീറ്റർ ഉള്ളു, പക്ഷേ കയറ്റമാണ്. പിന്നെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞിട്ടൊക്കെ പോകാനുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അപ്ലൈ നമ്മളെ ഈ ഒരു നാഷണൽ പാർക്കിൽ ചീറ്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പുറകിൽ കാണുന്ന ഈ ഹട്ടാണ് ഇവിടുത്തെ ഓഫീസ് കേട്ടോ. അവിടെ നിന്നല്ല നമ്മൾ സൈൻ ചെയ്തിട്ടൊക്കെ പോവാം. നമ്മളിപ്പോൾ ഈ വഴിക്കാണെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാക്കകളെ പ്രത്യേകത ആണ്, തലയിലൊരു വെള്ള കളറുണ്ടാവും ഇവിടുത്തെ കാക്കകൾക്ക്, കഴുത്തിലൊരു വെള്ള കളറുണ്ടാവും. നമ്മളത് ആ ക്യാമ്പിൽ നിന്നായിരുന്നു വന്നിരുന്നത്. അവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്, ടെൻ്റ് അടിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ കയറിയിട്ട് ഇവിടം വരെ എത്തി. ഇനി നമ്മളിതിലാണ് കയറി പോകുന്നത്. ഗൈസ്, ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ, പിന്നെ ഈ ട്രീസുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, മരങ്ങളൊക്കെ കാണാൻ. അവിടെ നമുക്ക് സ്നോ മൗണ്ടെയിൻ കാണാം. അതായത് മൗണ്ടെയിൻ അറിയത്തില്ല, ചോദിച്ചു നോക്കി മനസ്സിലാക്കണം. ഇനി നമുക്ക് പോകേണ്ട വഴി ആ കാണുന്നതാണ്, നമുക്ക് പോകേണ്ട വഴി. കൊള്ളാം, അടിപൊളി റൂട്ടാണ്. ചിലപ്പോൾ റൂട്ട് തിരഞ്ഞെടുക്കാൻ ഇങ്ങനത്തെ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. ഈ മച്ചമ്മ റൂട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് ഇങ്ങനത്തെ വ്യൂ പോയിന്റുകളൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ ട്രക്കിങ്ങിൻ്റെ ഒരു ഹാഫ് വേ എത്തിയിട്ടുണ്ട്. ആ കാണുന്നത് which peak is that? Kibo. How many? 5,895. So that is Huru Peak? Yeah. Oh. Guys, അതാണ് നമ്മുടെ ഉഹുറു പീക്ക് വരുന്നത്. ഇന്ന് നമ്മൾ പകുതി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വാഷ്റൂംസൊക്കെ കാണാം, നമുക്ക് ടോയ്ലറ്റ്സൊക്കെ കാണാം. ഇനി നമുക്കിതിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോയിട്ട് ഈ മലൻ്റെ പിന്നിലായിട്ടാണ് നമ്മളെ അടുത്ത ക്യാമ്പ് വരുന്നത്. നമ്മളെ ടീമൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, Hakuna Matata. Team Kili. ഗൈസ്, ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൗണ്ടെയിൻസ് ഒക്കെ കാണാം, സ്കൈസ്. ഫ്ലവേഴ്സ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്. ഹൈറ്റ് കൂടി വരുമ്പോൾ പല ടൈപ്പിലുള്ള ഫ്ലവേഴ്സുകളൊക്കെ കാണാം. യെസ്, അപ്പം ലഞ്ച് അവിടെ നിന്നായിരിക്കില്ലേ ക്യാമ്പ്? ലഞ്ച് അടുത്ത ക്യാമ്പിലെത്തിയിട്ട് വേണം ലഞ്ച് കഴിക്കാൻ.
സോ നമുക്ക് വേഗം മൂവ് ആവണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ, കുറച്ച് ഡേറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച്, ബിസ്ക്കറ്റ് ജ്യൂസൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ പോവും. ഇവിടെ ഒരു കേവ് പോലെയുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഇന്നത്തെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ഷിറ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഷിറ കേവ് ക്യാമ്പ് എന്നാണ് പറയുക. 3750 മീറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. അപ്പം ഇന്ന് നമ്മൾ 5 മണിക്കൂർ എടുത്തത്. വെറും 6 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ടുള്ളൂ ഇന്ന്. ഇന്നലെയും ഇന്നത്തും കൂടെ 20 കിലോമീറ്ററാണ് ഇപ്പോൾ ടോട്ടൽ ട്രെക്ക് ചെയ്തത്. ഇത് നമ്മളെ നോയൽ, ഇതാ നോയൽ. Yes. Jambo, welcome to Shira Cave. Yeah. Day 2 done. Yeah. Yeah. Karibu. കരീബു എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നാണ്. അപ്പം ആ കാണുന്ന മൗണ്ടെയിനാണ് നമ്മുടെ ഉഹുറു പീക്ക്. അപ്പം ഇനിയുള്ള ദിവസങ്ങളൊക്കെ അങ്ങോട്ടായിരിക്കും യാത്ര. അതെ. അപ്പം ഇവിടെ പല ടീമിൻ്റെയും ടെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ പച്ച ടെൻ്റൊക്കെ, ഇതൊക്കെ പോട്ടർമാരതാണ്. ഇതുപോലത്തൊക്കെ ഗസ്റ്റുകളതാണ്. ഇത് ഈ പിങ്ക് കളറ്, പിന്നെ ആ ചെറിയ പച്ചക്ക്, അതൊക്കെ. പിന്നെ ഈ സാധനം, ഈ ചെറുത്, ഇത് ടോയ്ലറ്റാണ് ഈ കാണുന്നത്. പിന്നെ ചില കമ്പനികൾ പോലെ ഫ്ലാഗുകളൊക്കെ കൊടുക്കും, ഇതേപോലെ ഫ്ലാഗുകളൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മൾ ഫൈനലി ഷിറ കേവ് ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയ പോലത്തെ ഓഫീസുകളൊക്കെ ഉണ്ട്. ആ കാണുന്നത് ഓഫീസാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറമൊക്കെ ഓരോരോ ഓഫീസുകളുണ്ട്. അപ്പം ചോദിച്ചപ്പോൾ അറിയാൻ പറ്റിയത്, നമ്മളെ ഈ ചാർജിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ചാർജിങ് ചെയ്യാൻ പറ്റും. അത് ഗവൺമെൻറ്റിൻ്റെ ആണ്. അതിന് 3000 രൂപയായിട്ടാണ് കൊടുക്കേണ്ടത്, തൻസാനിയൻ ഷില്ലിങ്സ്. യെസ്. അപ്പം നമുക്ക് നോക്കാം നമ്മുടെ എന്തൊക്കെ എവിടെ ഉള്ളതെന്ന് അറിയില്ല. നമുക്ക് ആദ്യം ഇവിടുന്ന് 1-2 ഫോട്ടോസൊക്കെ എടുക്കണം. ഗൈസ്, ഇതെന്ത് ഒരു റോക്കാണ്, ബ്ലാക്ക് ലാവയിൽ പൊട്ടി വരുന്ന റോക്കാണെന്നാണ് നമ്മുടെ നോയൽ പറഞ്ഞു തരുന്നത് നമ്മുടെ അടുത്ത്. അപ്പം ഇവിടൊക്കെ ലാവ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. ലാവ പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഇവിടുന്ന് അങ്ങനെ പോയിട്ടുണ്ട്. ഈ മൗണ്ടെയിൻസുകളൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. പല കല്ലുകളൊക്കെ കാണാം നമുക്ക്. ലാവയിൽ നിന്നുണ്ടായി വരുന്ന കല്ലുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വാഷ്റൂം പറയുകയാണെങ്കിൽ, ഈ ക്യാമ്പിൽ, ഷിറ കേവ് ക്യാമ്പിലെ വാഷ്റൂം കുറച്ചും കൂടെ വൃത്തിയുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യം സാധിക്കലെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇവിടെ ഇരിക്കുക, കാര്യം സാധിക്കുക, അത്രയേ ഉള്ളൂ. യെസ്. വേറെ കേകലോ വെള്ളമൊന്നുമില്ല, അതൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരണം. വെള്ളമൊന്നുമില്ല. ഓക്കെ. അതേ, നമ്മൾ വന്ന് ഉടനെ തന്നെ നമ്മൾ ലഞ്ച് വന്നിട്ടുണ്ട്. ഇത് സൂപ്പാണ് കേട്ടോ. സൂപ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ബ്രെഡ് ഫ്രഞ്ച് റോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കഫേ, നമ്മുടെ കോഫി, ടീ ബാഗ്, ഹോട്ട് വാട്ടർ, അങ്ങനെയൊക്കെ ഉണ്ട്. ചായ, കോഫി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിന്നത്തെ സൂപ്പ് എങ്ങനെയുണ്ട് പറഞ്ഞു. സെയിം ലൈക്ക് നമ്മളെ ഇന്നലത്തെ അതേപോലത്തെ ടേസ്റ്റാണ്. കൊള്ളാം, കുടിക്കാൻ കൊള്ളാം, ടേസ്റ്റുണ്ട്.
അപ്പം നമ്മുടെ അടുത്ത ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പാസ്ത ആണ്, പാസ്തയും കോഴിമുട്ട പുഴുങ്ങിയതും. ഇത് വെജിറ്റബിൾസ് ആണ് കാണാൻ പറ്റുന്നത്. ടേസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. പാസ്തൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് ഈവനിങ് സമയം ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു അക്ലമൈറ്റേഷൻ പോലെ പോവാണ്. ഇവിടെ നിന്നും ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ തിരിച്ചു വരും. ഇപ്പം ഈ ലിമോഷോ ഈ പല റൂട്ടുകളും കാണാൻ പറ്റും. ഇപ്പം പോണ സ്ഥലം നമ്മളെ പുറകിൽ കാണുന്ന ഇതാണ് കിളിമഞ്ചാരോ. ഇതാണ് ഇവിടുത്തെ ഓഫീസ്. ഈ പ്രാവ് പോലത്തെ സാധനത്തിന് പറയുന്ന റെഡ് ഹൈസ് എന്നാണ്. ഇത് ഇവിടെ മാത്രം കാണപ്പെടുന്നൊരു ഐറ്റം ഒരു പ്രാവാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷിറ കേവ്. ഇതൊരു കേവാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ ഈ കേവിലായിരുന്നു ആൾക്കാർ നിന്നിരുന്നത്. ഇപ്പം ചില സമയങ്ങളിൽ ആനിമൽസൊക്കെ വന്ന് നിൽക്കാറുണ്ട്. ആനിമൽസിൻ്റെ ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇടാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പേര് വന്ന് ഷിറ കേവ്. ഗൈസ്, അപ്പം നമ്മളിപ്പം അക്ലമൈറ്റേഷന് പോയിട്ട് ചെറിയൊരു വ്യൂ പോയിൻ്റാണ് ഒന്ന്. അവിടെ കാണുന്ന ആ ക്യാമ്പാണ്. ലിമോഷോ റൂട്ട് തിരഞ്ഞെടുക്കുന്നവർ വരുന്ന ക്യാമ്പാണ്. ഷിറ 2 എന്നാണ് ക്യാമ്പിൻ്റെ പേര്. ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു ക്യാമ്പും കൂടെ ഉണ്ട്. ഷിറ 1 എന്നാണ്. ഗൈസ്, നാളെ നമ്മൾ ഈ ലിമോഷോ റൂട്ടിൽ നിന്ന് വരുന്നവരും മച്ചാമേ റൂട്ടിൽ നിന്ന് വരുന്നവരും ജോയിൻ ചെയ്യും. നാളെയാണ് ജോയിൻ ചെയ്യുന്നത് റൂട്ട്. യെസ്, ഇതാണ് വ്യൂ പോയിന്റ്. ഗൈസ്, ഇപ്പോൾ നമ്മൾ എലിവേഷൻ ഗെയിൻ ചെയ്യാൻ വന്നതാണ്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഒരു 10 മിനിറ്റ് നിൽക്കും വന്നാൽ. യെസ്, Kill it there. Wait for us. Kuna matata. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയുള്ള റേഞ്ച് ഓഫീസിൽ സൈൻ ചെയ്യാൻ വന്നതാണ്. പുറത്തേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ല. പൊളി വ്യൂ ആണ്. അത് ഇവിടുത്തെ മൗണ്ടെയിൻസുകളാണ്. നമ്മൾ ഇവിടെ നിന്നാണ് സൈൻ ചെയ്യുക. നമ്മളെ ഡോക്യുമെൻറ്റ്സൊക്കെ ഇവിടെ സൈൻ ചെയ്യുക. മാപ്പാണ്. ഈ കിബോ എന്ന് പറയുന്നത് നമ്മുടെ ഉഹുറു പീക്കാണ്. ഇതാണ് നമ്മുടെ ടോപ്പ് പോയിൻ്റ്, ഹയസ്റ്റ് പോയിൻ്റ്. 5890.
2 മീറ്റർ. ഇവിടെയുള്ള ഈ ഓഫീസിലുള്ള ഇലക്ട്രിസിറ്റി ഒക്കെ ഈ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. ഗൈസ്, ഇന്നത്തെ ഡിന്നർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സൂപ്പാണ്, സ്റ്റാർട്ടറാണ്. ഇതെനിക്ക് തോന്നുന്നു കോൺഫ്ലെക്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്, പിന്നെ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അത് കുടിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട് കേട്ടോ. ചോറുണ്ട്, സാലഡുണ്ട്, ഇതെന്താ സാധനം അറിയില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ ഗ്രീൻ പീസ്, കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളൊരു കറിയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം, ചിക്കൻ ഇതൊക്കെ കിട്ടും കേട്ടോ, ഫിഷൊക്കെ കിട്ടും. പക്ഷേ ഞാൻ ചൂസ് ചെയ്തിരുന്നത് വെജിറ്റബിളാണ്. ഞാൻ ആദ്യം എനിക്ക് ചിക്കൻ അത്ര ഇഷ്ടമില്ല, കൂടുതൽ വെജിറ്റബിളാണ് ഇഷ്ടം. അപ്പം നമ്മളിതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരണ്ടേ. കറി കൊള്ളാം. സാലഡും കൊള്ളാം, സ്വീറ്റാണ്. പഴംപൊരി